നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീനാസിത്. ഫുഡ് കഴിക്കുന്നതൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലേ? പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വല്ലാത്ത അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഫുഡ് കഴിക്കുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലോട്ടിങ്, അസിഡിറ്റി, ഇങ്ങനെ വയറെപ്പോഴും വീർത്ത് കെട്ടിയിരിക്കുക, അങ്ങനെയുള്ള ട്രബിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്? ഇപ്പോൾ പല വീഡിയോസിലും ഞാൻ തന്നെ പറയാറുണ്ട്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക, ലഞ്ച് കറക്റ്റ്, ഡിന്നർ അങ്ങനെ കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, സമയമാണോ ഇമ്പോർട്ടൻറ്റ്, വിശപ്പാണോ? പലരും ചോദിക്കാറുണ്ട്, വിശന്നില്ലെങ്കിൽ എങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്ന്. ശരിയാണ്, വിശപ്പുള്ളപ്പോൾ വേണം ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ സമയനിഷ്ഠ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാം, രാവിലെ ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും സ്നാക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം. ഇങ്ങനെ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് വരും. അപ്പോൾ നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൽ ഒരു വിരോധാഭാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മിക്കവരും ഇപ്പോഴത്തെ ജനറേഷൻ മിക്ക കുട്ടികളും എഴുന്നേൽക്കുന്ന ഒരുപാട് വൈകിയാണ് അല്ലേ? ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു 12 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലുള്ളവർ ഫോഴ്സ് ചെയ്യും, ലഞ്ച് കഴിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട്. ആ സമയം കുട്ടികൾക്ക് വിശപ്പുണ്ടാവില്ല. ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇവർ ലഞ്ച് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അസിഡിറ്റിയും ബ്ലോട്ടിങ്ങും വരാനുള്ള സാധ്യതകളും ഇൻഡൈജഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇപ്പോൾ ഒക്കേഷണലി നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ദിവസമാണെന്ന് വിചാരിക്കുക, ആ സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ വിശക്കുമ്പോൾ മാത്രം ലഞ്ച് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് സമയം നോക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളവരുണ്ടാവും, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക, രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങും അല്ലേ? ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ചിലപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും സമയം നോക്കരുത്, അവർ വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ സമയനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ടൈം ആകുമ്പോഴത്തേനും അവർക്ക് ഓൾറെഡി വിശപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈം കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒരിക്കലും നിങ്ങൾ ബ്ലെയിം ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കരുത്. മെയിൽസിനോടാണ് ഞാൻ പറയുന്നത്, ഫീമെയിൽസ് ആണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പലരും ഇപ്പോൾ ഉമ്മമാരോ അല്ലെങ്കിൽ വൈഫ് ഒക്കെ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുമ്പോഴത്തേന് ഇതിന് 100 കുറ്റമായിരിക്കും ഭക്ഷണത്തിന്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല എന്ന് അറിഞ്ഞൂടെ, അല്ലെങ്കിൽ എനിക്ക് അപ്പം ഇഷ്ടമല്ല എന്ന് അറിഞ്ഞൂടെ, ഇതെങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതെന്താ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇൻഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ബോഡി ആ ഫുഡ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ എന്താ വിചാരിക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഭക്ഷണം പോലും ഇല്ലാതെ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? നമുക്ക് ഉണ്ടാക്കി തരാനായിട്ട് ആളുകളുണ്ടാവും, നമ്മൾ കഴിക്കുന്ന നിർബന്ധം പിടിക്കാനായിട്ട് വീട്ടിൽ ആളുകളുണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ പെടുന്നവർ എന്താ ചെയ്യുക? അവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഭക്ഷണത്തെ ഒരിക്കലും ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പാടില്ല. ഓക്കെ, ഭക്ഷണം എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശീലിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ദഹനവും നമ്മുടെ മൈൻഡും ഒക്കെ റിലാക്സ്ഡ് ആവുള്ളൂ, ഫുഡ് ബോഡിയിലോട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ടോ നിങ്ങൾ? അതത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 1 hour ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ മലയാളികളല്ലേ, ഒരുപാട് സ്പൈസി ഫുഡൊക്കെ എപ്പോഴും കഴിക്കുന്നവരാണല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, എരിവ് കൊണ്ട് വെള്ളം കുടിക്കും. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അതും ബ്ലോട്ടിങ്, അസിഡിറ്റി, ഇൻഡൈജഷനൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂട്ടും. ഇനി ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഫുഡ് വളരെ സ്പീഡ് എടുത്തിട്ട് കഴിക്കണം, ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഭക്ഷണം നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഈ ചവച്ചരയ്ക്കുക എന്നുള്ള ശീലം ഇപ്പോൾ പലർക്കും ഇല്ല, വെറുതെ വിഴുങ്ങുകയാണ് ഫുഡ്. അപ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു 2 ചപ്പാത്തി സ്ലോയിൽ കഴിച്ചു നോക്കിക്കേ, ഫുഡ് ക്രാവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, വിശപ്പ് വീണ്ടും ഉണ്ടാവില്ല,
സ്ലോയിൽ അങ്ങനെ കഴിക്കുവാണെങ്കിൽ ആ 2 ചപ്പാത്തി മതിയാവും നമുക്ക്. ഇപ്പം 4-5 ചപ്പാത്തി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 2 ചപ്പാത്തിയിലൊക്കെ ഒതുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഭക്ഷണം സമയം എടുത്തിട്ട് കഴിക്കണം. അപ്പോൾ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമ്മൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല കാര്യം. പക്ഷേ നിലത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഉള്ള വീടുകളിൽ ഈ ടേബിളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എല്ലാവരും നിലത്തിരുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വയറിങ്ങനെ ഒന്ന് എന്താ പറയുക, അസിഡിറ്റി പോകാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്നവരെ കേട്ടോ. ഇപ്പോൾ കാലുവേദനയൊക്കെ ഉള്ളവർക്കൊന്നും അത് സാധിക്കണമെന്നില്ല. ചെറുപ്പക്കാരെങ്കിലും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ല ശീലമായിരിക്കും. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെയൊക്കെ ഫാമിലിക്ക് മിക്കവാറും 1-2 റൂമൊക്കെ ഉണ്ടാവുള്ളൂ. ചിലർക്കൊന്നും ടേബിളൊന്നും ഉണ്ടാവില്ല. അപ്പം മിക്കവരും നിലത്തിരുന്നൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ വയറിലുള്ള അസ്വസ്ഥതകൾ, ഇൻഡൈജഷൻ ഒക്കെ മാറുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ നിലത്തിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ വേണം നമ്മൾ ഫുഡ് കഴിക്കാനെന്ന്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഡയറ്റൊക്കെ നോക്കുന്നുണ്ടാവും അല്ലേ? ഡയറ്റൊക്കെ നോക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള ടിപ്സും കൂടെ അതിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ മാത്രം വെയിറ്റ് വളരെ ഫാസ്റ്റായിട്ട് കുറയും. അതുപോലെ തന്നെ വയറിൻ്റെ പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടും. നമ്മൾ ഹെൽത്തി ആണോ എന്ന് അറിയുന്നത് നമ്മുടെ വയറ് നോക്കി അറിയാമോ? അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്ത്, അബ്ഡമൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? നിങ്ങളുടെ വയറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണ് എന്നാണ് അതിനർത്ഥം. വയറിൽ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വയറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് അധികം ഉണ്ടാവില്ല. വെയിറ്റ് ലോസ് വേഗം സാധിക്കും. ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും വെയിറ്റ് പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസും കുറയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. വിളിക്കാൻ നിൽക്കരുത്, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസും ഫീയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. താങ്ക് യു.